ഈ തിരുവനന്തപുരത്തിന് ഇത് എന്ത് പറ്റി? അതാണ് ഞാനിപ്പോൾ ഈ ആലോചിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ കണ്ടൊരു നടുങ്ങുന്ന ഒരു വാർത്തയാണ് 2 വയസ്സുകാരിയെ കിണറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ച് 2 വയസ്സുകാരി എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് എത്ര ചെറിയൊരു പ്രായം, അതിന് എണീറ്റ് അടക്കാൻ പോലും ഉള്ളൊരിതില്ല. അല്ലെങ്കിൽ എഴിഞ്ഞു പോയിട്ടാണെങ്കിൽ കിണറ്റിൽ ചാടിയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയ ഒരു കുഞ്ഞ്. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നത്, അതായത് കുഞ്ഞിനെ കൊന്നത് കുഞ്ഞിന്റെ അമ്മാവനാണ്, അയാളുടെ മനോനിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടതാണ് എന്നൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല, ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഫാദർ ഇൻ ലോ മരിച്ചതിന്റെ ഭാഗമായിട്ട് അയാൾ വീട്ടിലേക്ക് വരികയും അയാൾ അവിടെ വന്ന സമയത്ത് ഈ ചടങ്ങിനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ കിണറിന്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് ഇവരുടെ പഠിച്ച കള്ളിയായിട്ടുള്ള അമ്മ പറയുന്നു. ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാനായിട്ട് കൂട്ട് നിൽക്കുക എന്ന് പറയുന്നതിൽ പരം നിനക്കൊക്കെ പോയി ചത്തൂടെ, അവിടെ കൊലക്കയറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, നിനക്കൊക്കെ തൂങ്ങി ചത്തൂടായിരുന്നോ? എന്തിനാണ് എത്രയോ ആളുകൾ ഇന്നും വഴിപാടുകളും നേർച്ചയും പല രീതിയിലായിട്ട്